ഗുഡ് ഈവനിങ്. ആരൊക്കെ ഉണ്ട് നമ്മുടെ ലൈവിൽ ഇന്ന്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പഠിക്കാൻ ആരൊക്കെ എത്തിയിട്ടുണ്ട്? ലൈവില് ജോയിൻ ചെയ്ത ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഓക്കെ ഒന്ന് ചാറ്റ് ചെയ്യണേ, ഒന്ന് ഒരു തംസപ്പ് അയക്കണം. ഫാത്തിമ ഹിബ ഹായ്, ആദർശ് ഹായ്. എൻ്റെ ഓഡിയോ ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സമയം കളയണ്ട. വന്ന ആളുകൾക്ക് നമുക്ക് സമയം കളയാൻ തന്നെ തുടങ്ങാം. സോ എവരിബഡി വെൽക്കം ടു അവർ ഡിസ്കഷൻ. ഇന്നത്തെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്? അപ്പോൾ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഇതിലെ ഒരു JEEയുടെ സ്റ്റാൻഡർഡൈസേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. JEEയിൽ എന്തൊക്കെ ടൈപ്പ് പ്രോബ്ലങ്ങളാണ് ഇതിൽ നിന്ന് വരിക, ഏതൊക്കെ ഭാഗത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡിസ്കഷൻ നടത്തണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. എത്ര ചോദ്യം വരും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ 3 സെക്ഷൻസ് ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, അതാണ് ഒരു സെക്ഷൻ. പക്ഷേ മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിൽ നിന്ന് വളരെ ലീസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ JEEയുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കിട്ടുക. എന്നാൽ രണ്ടാമത്തെ സെക്ഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പ്രോബബിലിറ്റി ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയും ഇതുവരെ കൂടിയതായിട്ട് നമ്മൾ JEEയിൽ കണ്ടിരിക്കുന്നത്. അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ദ ഡെഫിനിഷൻ, പ്രൊഡക്ഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഭാഗമാണ് രണ്ടാമതായിട്ട് നമുക്ക് JEEയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. മൂന്നാമത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. നിങ്ങളെ പോലെ വളരെ ജീനിയസ് ആയ ആളുകൾക്ക്, JEE ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു സെക്ഷനാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. എങ്ങനെയാണ് ഒരു EM വേവ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, EM വേവിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള EM വേവുകൾ ഏതൊക്കെയാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് ഡിസ്കഷനിൽ വരുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമായിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ്, ഈ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഈവനിങ്ങിൽ നിങ്ങളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ഇത് ലൈവ് കണ്ടതിന് ശേഷം നിങ്ങളുടെ ആപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരമാവധി വർക്കൗട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സാധാരണ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഒരു സെഷനിൽ ചോദിച്ചിരിക്കുന്നതായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെഷനിലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 4 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് ഈ ഒരു ലൈവ് നിങ്ങൾ കറക്റ്റായിട്ട് കാണുകയാണെങ്കിൽ. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഡെഫിനിഷനിലേക്കാണ് ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അതിന് നമ്മൾ സാധാരണയായിട്ട് ഒരു വേവ് എന്താണെന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കണം അല്ലേ? എന്താണ് ഒരു വേവ് എന്ന് പറയുന്നത്? വേവ് എന്ന് പറയുന്നത് ഒരു മീഡിയത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ്. അപ്പോൾ ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള ആൾക്കാർ തോന്നിയേക്കാം, മീഡിയത്തിൻ്റെ അപ്പോഴുള്ള അവസ്ഥയെ മാറ്റുന്ന എന്തും ഡിസ്റ്റർബൻസ് ആണ്. ഇപ്പോൾ നമ്മളൊരു സ്ട്രിങ് വലിച്ചു കെട്ടിയിട്ട് ആ സ്ട്രിങ്ങിൻ്റെ മെക്കാനിക്കൽ അവസ്ഥ നമുക്കറിയാതെ റെസ്റ്റിലാണ്. അതിലുള്ള എല്ലാ പാർട്ടിക്കിൾസും റെസ്റ്റിലാണ്. അതിൽ ചെറിയൊരു നമ്മളൊരു തട്ടൽ തട്ടിക്കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിൽ ഒരു ചെറിയ ഒരു ജെർക്കിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ് നിങ്ങൾക്കറിയാം അതിലെ പാർട്ടിക്കിളുകൾ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയും ആ മീഡിയത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി എന്നല്ലേ പറയാം, അല്ലടാ? അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റർബൻസ് നമുക്കറിയാം ആ ചരടിലൂടെ മീഡിയത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ നമ്മൾ പറയും അവിടെ ഒരു വേവിൻ്റെ ഫോർമേഷൻ ഉണ്ടായി.
കണ്ടോ, എത്ര ലളിതമായ കൺസെപ്റ്റാണ് വേവ് എന്ന് പറയുന്നത്. നോക്കൂ, ഒരു മീഡിയത്തിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ് മീഡിയത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നാൽ നമ്മൾ ജെർക്ക് ചെയ്ത ഭാഗം അങ്ങോട്ട് പോകാൻ പാടില്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മീഡിയത്തിന്റെ ട്രാൻസ്ഫറൻസ് ഉണ്ടാകാൻ പാടില്ല. മീൻ വൈൽ ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ എബൌട്ട് എ മീൻ പൊസിഷൻ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പറയും ഈ എനർജിയുടെ ട്രാൻസ്ഫറൻസ് ഒരു വേവ് ആണ് എന്ന് നമ്മൾ പറയും. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. ഈ വേവിൽ തന്നെ രണ്ട് രീതിയിലുള്ള വേവുകളുണ്ട്. നമ്മൾ ട്രാൻസ്വേഴ്സ് വേവും ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ഉണ്ട്. നിങ്ങൾക്കറിയാം, വേവിൻ്റെ ആ എനർജി പോകുന്ന ഡയറക്ഷൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും, അപ്പോൾ സ്ട്രിങ്ങിലൊക്കെ ഉണ്ടാവുന്ന പോലെ സ്ട്രിങ് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്കാണ് ഈ ഡിസ്റ്റർബൻസ് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സ്ട്രിങ്ങിലെ പാർട്ടിക്കിളുകൾ ഓസിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അത് ഈ സ്ട്രിങ്ങിലെ പാസേജിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഓസിലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറയും ആ വേവ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പറയും. അതേസമയത്ത് സൗണ്ട് വേവ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. കാരണം വേവ് എങ്ങോട്ടാണോ ട്രാവൽ ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെയാണ് എയർ മോളിക്യൂള് വൈബ്രേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു വേവിന്റെ ജനറൽ ഇക്വേഷനെ നമ്മൾ വേവ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വേവ് ഫംഗ്ഷന്റെ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് y is equal to a sin omega t എന്നാണ് നമ്മൾ അതിന് ബേസിക്കലി നമ്മൾ പറയുന്ന ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയും. ഇത് SHMന്റെ ഇക്വേഷൻ ആണ്. അതൊരു വേവ് ഫംഗ്ഷൻ ആക്കി എഴുതുമ്പോൾ y is equal to a sin of kx minus omega t എന്നാണ് നമ്മൾ പറയുന്നത്. kx minus omega t ഇതായിരിക്കും ഒരു വേവ് ഫംഗ്ഷന്റെ ഇക്വേഷൻ. അതിലെ സൈൻ കഴിഞ്ഞു വരുന്ന സൈനിന്റെ ആർഗ്യുമെന്റ് നിങ്ങൾ കാണുന്നുണ്ട്, കെ എക്സ് മൈനസ് ഒമേഗ ടി. ദാറ്റ് ഈസ് വി കോൾ ഫേസ് എന്ന് പറയുന്നത്. ഫേസ് എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളിന്റെ, ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ആ പാർട്ടിക്കിളിന്റെ ഇപ്പോഴുള്ള പൊസിഷൻ, ഇനി അടുത്ത ഇൻസ്റ്റന്റിൽ അത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു പാരാമീറ്ററാണ് ഫേസ് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺലി കുട്ടികളൊക്കെ കൺഫ്യൂഷൻ അടിക്കാവുന്ന ഒരു കാര്യം ഫേസ് ഒരു ആംഗിൾ ആണെന്ന്, കാരണം സൈനിന്റെ കൂടെ വരുന്നത് കൊണ്ട് അതൊരു ആംഗിൾ ആണ് എന്ന് ധരിക്കാൻ ചാൻസ് ഉണ്ട്. ആക്ച്വലി ഫേസ് ഇസ് നോട്ട് എൻ ആംഗിൾ. അപ്പം ഞാൻ ഈ കാണിക്കുന്ന ഞാൻ ഈ കളർ ചെയ്യുന്ന ഈ ഒരു സംഭവം നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കെ എക്സ് മൈനസ് ഒമേഗ ടിയുടെ പേരാണ് ബേസിക്കലി നമ്മൾ ഫേസ് എന്ന് പറയുന്ന സംഭവം വേവിൻ്റെ. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, അത് എക്സും ടിയുവിൻ്റെ ഫംഗ്ഷനാണ്. എന്താണ് എക്സിൻ്റെയും ടീൻ്റെ ഫംഗ്ഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് വേവ് എത്ര ദൂരം ട്രാവൽ ചെയ്തു, വേവിൻ്റെ പാത്ത് എത്ര പോയി, അപ്പോഴുള്ള ഇൻസ്റ്റന്റ് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, വേവ് ലെങ്ത് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കൺവേ ചെയ്യാനുള്ള ഐഡിയയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഫേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതൊരു ആംഗിളേ അല്ല. ഓക്കെ, അപ്പോൾ വേവ് എന്താന്ന് മനസ്സിലായി. ഈ ഫസ്റ്റ് വരുന്ന എ എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു മെക്കാനിക്കൽ വേവ് ആണെങ്കിൽ പാർട്ടിക്കിളിന്റെ മാക്സിമം വൈബ്രേഷനിൽ ഉണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. ഇതെല്ലാവരും നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക്കലായ കാര്യം, നമുക്ക് നേരെ ഈ വേവിൽ നിന്ന് നമ്മുടെ കൺസെപ്റ്റായ ഇലക്ട്രോമാഗ്നറ്റിക് വേവിലേക്ക് പതുക്കെ അങ്ങ് പോയേക്കാം. എന്താണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? സിമ്പിളാണ് മക്കളെ കൺസെപ്റ്റ്. നമുക്കറിയാം, ഒരു വേവ് എന്ന് പറയുന്നത് ഡിസ്റ്റർബൻസ് ആണ്. ഈ ഡിസ്റ്റർബൻസ് മെക്കാനിക്കലി ഉണ്ടാക്കുമ്പോൾ നമ്മളത് മെക്കാനിക്കൽ വേവ് എന്ന് പറയും. അതേ സമയത്ത് ഡിസ്റ്റർബൻസ് ഇലക്ട്രിക്കലി നമ്മൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നാണ് പറയുന്നത്. നോക്കൂ, ഒരു ചാർജ് റെസ്റ്റിലാണെന്ന് കരുതും. ഒരു ചാർജ് റെസ്റ്റിലാണെങ്കിൽ നമുക്ക് മനസ്സിലായി ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, അല്ലേ? നമ്മളൊരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിലോ ഓഫ് കോഴ്സ് നമുക്കറിയാം ഈ ഇലക്ട്രിക് ഫീൽഡിന് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു പോയിന്റ് എടുക്കുന്നു, ഇപ്പോൾ നമ്മളൊരു ചാർജ് ഇവിടെ കൺസിഡർ ചെയ്യുന്നു, ദിസ് ഇസ് പ്ലസ് ക്യൂ. ഈ ചാർജിൽ നിന്ന് ഒരു അകലെ നമ്മളൊരു പോയിന്റ് എടുക്കുന്നു, ദിസ് ഇസ് വി കോൾ പി. ഇവിടെ ഒരു ആർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമ്മളെല്ലാവർക്കും അറിയാം, പോയിന്റ് ചാർജ് ആണെങ്കിൽ നമുക്ക് അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ്. നമ്മൾ നോക്കും, ഈ ആറ് മാറാത്തിടത്തോളം കാലം നമ്മൾ പിയിൽ തന്നെ സ്റ്റാൻഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരു കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഇസ് ദാറ്റ് ഓക്കെ? ഇനി ഈ ചാർജ് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ തവണ ചോദിച്ചതാണ് കേട്ടോ. അത് ജെഇക്ക് അത്ര പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും മറ്റ് ഒബ്ജക്റ്റീവ് എക്സാമുകൾക്കൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജ് ഏത് രീതിയിലുള്ള ഫീൽഡാണ് ക്രിയേറ്റ് ചെയ്യുക? അപ്പോൾ അത് ഒരു സ്റ്റേഷനറി ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉണ്ടാക്കൂ. നൗ ഇഫ് ദിസ് ചാർജ് ഈസ് മൂവിങ്, നമുക്കറിയാം ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യും, കാരണം അവിടെ ആറിലൊരു വേരിയേഷൻ ഉണ്ടാവും. ഈ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡും കൂടെ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ബൈ ഈസ്റ്റഡ്സ് എക്സ്പെരിമെന്റ്.
അല്ലെങ്കിൽ ആംപിയേഴ്സ് ലോ പ്രകാരം അങ്ങനെയാണ് നമുക്ക് പറയാം, ബയറ്റ് സെവേർട്ട് ലോ പ്രകാരം അങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു വേരിയിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇനി നോക്കൂ, ആ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? നമ്മളുടെ സ്റ്റാൻഡേർഡിൽ 12ാം ക്ലാസ്സിലെ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ഈ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ. ഈ ചാർജ് മൂവ് ചെയ്യുന്ന, സപ്പോസ് ഈ ചാർജ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് വെക്കുക. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് ഇത് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മളെ സ്റ്റാൻഡേർഡിൽ കേട്ടോ. പക്ഷെ നമ്മൾ NCERT പറയുന്നുണ്ട് ഹയർ സ്റ്റാൻഡേർഡിൽ നമുക്ക് ഇതിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. കാരണം വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ പോലും മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. ആ ഒരു ടൈം വേരിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എന്നാണ് NCERT പറഞ്ഞിരിക്കുന്നത്. നമ്മളപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുക. ഇനി വെലോസിറ്റി മാറുകയാണെങ്കിലോ ദാറ്റ് മീൻസ് there is an acceleration. ഈ ആക്സിലറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കുക കുട്ടികളെ, ഈ ആക്സിലറേഷൻ എന്താണ്? ബേസിക്കലി അതൊരു മാഗ്നറ്റിക് ഫീൽഡിലും കൂടെ വേരിയേഷൻ ഉണ്ടാക്കും. സോ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരുമിച്ച് വേരി ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? ഒരു ചാർജ് ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഡിസ്റ്റർബൻസ് ആണോ? ഓഫ് കോഴ്സ് അതൊരു മീഡിയത്തിലെ ഡിസ്റ്റർബൻസ് ആണ്. അതൊരു മെക്കാനിക്കൽ ഡിസ്റ്റർബൻസ് അല്ല എന്ന് മാത്രം, ദാറ്റ്സ് എൻ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ്. അപ്പോൾ ഈ ഫീൽഡ് എന്ത് ചെയ്യും? മീഡിയത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യും. മീഡിയം പോവില്ല, അല്ലെങ്കിൽ ഈ ചാർജ് സോഴ്സ് പോവില്ല. സോഴ്സ് പോകാതെ തന്നെ ഈ ഫീൽഡ് എന്ത് ചെയ്യും? നമ്മൾ മീഡിയം, അപ്പോൾ ഞാൻ ഈ കാണിച്ച പിയിൽ നിന്ന് ഈ ഫീൽഡ് അല്പം അകലെ വേറൊരു പോയിന്റിലേക്ക് കിട്ടും. കാരണം ഇത് വേരി ചെയ്തുകൊണ്ട് അത് മൂവ് ചെയ്യും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അവിടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഫോം ചെയ്തു എന്ന് പറയും. ആ ഐഡിയ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അപ്പോൾ ഞാൻ വേവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചാർജ് ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് 2 തരത്തിലുള്ള ഫീൽഡുകൾ ഡെവലപ്പ് ചെയ്യും. വേരിയിങ് ഇലക്ട്രിക് ഫീൽഡും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് എല്ലാ സ്റ്റുഡൻസും മനസ്സിലാക്കുക. ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിട്ട് ഒരു വേവ് ഫോം ചെയ്യുന്നു. ആൻഡ് ദാറ്റ് വേവ് വി കോൾഡ് ആസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. സോ വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? സിംപ്ലി അതും നമ്മൾ ഈ വേവ് ഫംഗ്ഷൻ ഒബേ ചെയ്യും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വേവ് ഫംഗ്ഷൻ ഒബേ ചെയ്യുമ്പോൾ ഐ വിൽ റൈറ്റ് ദാറ്റ് ഇക്വേഷൻ. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും ഇക്വേഷനും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതാണ്. അതായത് ഞാൻ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു E0 സൈൻ ഓഫ് KZ മൈനസ് ഒമേഗ ടി. കണ്ടോ? ഇത് ഞാൻ എക്സ് ആക്സിസിൽ എടുക്കുന്നു എന്ന് വെക്കുക. അപ്പൊ നമുക്ക് മനസ്സിലായി എക്സ് ആക്സിസിലാണ് എന്തുള്ളത്? ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നത്. അതിന്റെ വേരിയേഷൻ എങ്ങനെയാണ്? ഇറ്റ്സ് ലൈക്ക് എ സൈൻ ഫംഗ്ഷൻ. വേവ് പോകുന്നത് അതിന്റെ ഉള്ളിലേക്ക് ഫേസിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് Z ആക്സിസിലാണ് വേവ് പോകുന്നത് എന്ന് മനസ്സിലാക്കും. വേണമെങ്കിൽ വെക്ടർ ഫോമിൽ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ വേവിന്റെ കൂടെ നമുക്ക് ഇവിടെ ഒരു ഐ ക്യാപ്പ് ചേർത്താൽ നിങ്ങളുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയി. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കറക്റ്റായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കാണും? സിംപ്ലി മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കാണാൻ ദാറ്റ് ഈസ് BY ഈസ് ഈക്വൽ ടു B0 സൈൻ ഓഫ് KZ മൈനസ് ഒമേഗ ടി. വൈയിലായതുകൊണ്ട് അത് J. കണ്ടോ? സോ സിംപ്ലി വാട്ട് ഈസ് ദ ഡെഫിനിഷൻ? What is the definition of electromagnetic wave? Electromagnetic waves are sinusoidal disturbances. Simply sine waves ആണ്. എന്താണ് ഈ സൈൻ വേവ്സിന്റെ പ്രത്യേകത? ഇൻ വിച്ച് ബോത്ത് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ. ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്ററും ഉണ്ട്, വിച്ച് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ്. നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ നിൽക്കുന്നത് എക്സ് ആക്സിസിലാണ് ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ നിൽക്കുന്നത് Y ആക്സിസിലാണ്. ആൻഡ് വേവ് പോകുന്നത് Z ആക്സിസിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള വേരിയേഷൻ അടുത്ത പോയിന്റിൽ അനുഭവപ്പെടും, അടുത്ത പോയിന്റിൽ അനുഭവപ്പെടും. അങ്ങനെ അങ്ങനെ ഈ വേവ് ട്രാൻസ്ഫർ ചെയ്ത് മുന്നോട്ട് പോകും. ദാറ്റ് ഈസ് സിംപ്ലി കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ക്ലിയർ അല്ലേ? എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ സിനസോയിഡൽ ഡിസ്റ്റർബൻസസ് ഇൻ വിച്ച് ബോത്ത് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ വിച്ച് ആർ ഇൻ ഫേസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ ഫേസ് ആണ്. അത് ധാരാളം എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അവ ഇൻ ഫേസ് ആണ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ ശ്രദ്ധിക്കണം. താഴെ നേരെ നോക്കിയാൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിലും കാണാം അത് ഇൻ ഫേസ് ആണ്.
പക്ഷെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇൻ ഫേസ് ആൻഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. ഇനി വേവ് പോകുന്ന എങ്ങോട്ട്? ആൻഡ് ആൾസോ ദിസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ആൾസോ പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. നോക്കൂ, എക്സ് ആക്സിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്, വൈ ആക്സിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്, വേവ് പോകുന്നത് സെഡ് ആക്സിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേവ് പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡെഫിനിഷൻ എന്തൊരു സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ടെക്നിക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. പ്രൊഡക്ഷന്റെ സ്ട്രാറ്റജി എന്താണ്? രണ്ട് രീതിയിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക. ഒന്നാമത്തത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു. സോഴ്സ് ഏതാണ്? ആക്സിലറേറ്റിംഗ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജുകൾ ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇലക്ട്രിക് ചാർജുകൾ ആക്സിലറേറ്റ് ചെയ്യുക. രണ്ടാമത്തത് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ചാർജസ് ആണ്. ഓസിലേഷൻ ഓഫ് ചാർജസ്. ഈ രണ്ട് മെത്തേഡുകളിലാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കി. നിങ്ങൾ മാത്തമാറ്റിക്കലി JEE സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമ്മൾ മാത്തമാറ്റിക്കലി മനസ്സിലാക്കിയാൽ മതി. ആ രണ്ട് ഇക്വേഷനുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് ആൾസോ ആ ഡയഗ്രം കണ്ടല്ലോ. ആ ഡയഗ്രത്തിൽ നമുക്ക് രണ്ട് കളേഴ്സ് ആയിട്ട് നിങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ? ഒരു ഷെയ്ഡഡ് ആയിട്ടൊരു ഓറഞ്ച് കളറിൽ കാണിക്കുക, ഒരു ബ്ലൂയിഷ് ഷെയ്ഡിങ്ങും കാണിക്കുന്നുണ്ട്. അതെന്താണത്? രണ്ട് വേവുകളുടെ ഒരു ഗ്രൂപ്പിംഗ് ആണ്. Okay, അപ്പോൾ E and B are perpendicular to each other and also direction of propagation is wave is perpendicular to both E and B. ഞാൻ അതിന്റെ പ്രോപ്പർട്ടീസ് പറയാം. ആ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഈ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ ഒന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, an electromagnetic wave consists of electric field vector and magnetic field vector which are vibrating in phase in mutually perpendicular directions ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. കണ്ടോ, ഇത് മാത്രമായിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടി അവ ഇൻ ഫേസ് ആണോ, ഔട്ട് ഓഫ് ഫേസ് ആണോ, പെർപെൻഡിക്കുലർ ആണോ, പാരലൽ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് മാത്രമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ പ്രോപ്പർട്ടി മനസ്സിലാക്കാം. ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ വിച്ച് ആർ വൈബ്രേറ്റിംഗ് ഇൻ ഫേസ്. Not the point, that is vibrating in phase ആണ്, and in mutually perpendicular direction and also perpendicular to direction of propagation. അപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സും ആണെങ്കിൽ വേവ് പോകുന്നത് സെഡ് ആക്സിലായിരിക്കും. ഞാൻ അതിന്റെ ഡയറക്ഷൻ വളരെ കൃത്യമായിട്ട് അടുത്ത പ്രോപ്പർട്ടിയിൽ പറയാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ വേവ് ഫംഗ്ഷൻ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ആ വേവ് ഫംഗ്ഷൻ ഇതാണ്. ഇക്വേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് ഈസ് EY. അവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വൈ ആക്സിസിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്, സെഡ് ആക്സിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്, എക്സ് ആക്സിലാണ് EM വേവ്. ഇനി അത് പോസിറ്റീവ് എക്സ് ആക്സിസിലാണോ? കുട്ടികൾ ശ്രദ്ധിക്കണം, ആ പോയിന്റ് വളരെ ക്ലിയർ ആണ്, വളരെ കണ്ണിങ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് പോസിറ്റീവ് എക്സ് ആക്സിലാണോ നെഗറ്റീവ് എക്സ് ആക്സിലാണോ എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്. അത് വേവ് ഫംഗ്ഷൻ തിരിച്ചറിയാനുള്ള സിമ്പിൾ ടെക്നിക്കാണ്. അതിന്റെ ഫേസ് മാത്രം കുട്ടികൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് ω t - kx ആണോ, ω t + kx ആണോ? 4 ഫോർമാറ്റിലായിരിക്കും ഇത് വരിക എന്ന് എനിക്ക് തോന്നുന്നു. ആ 4 ഫോർമാറ്റും ഞാൻ അവിടെ എഴുതാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് ω t - kx ആണ്. ω t - kx കാണുകയാണെങ്കിൽ കുട്ടികൾ മനസ്സിലാക്കണം ദാറ്റ് ഈസ് പോസിറ്റീവ് എക്സ് ആക്സിസ്. And also kx minus ω t, that is also positive x-axis. ഇത് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ കാര്യങ്ങൾ എഴുതുന്നത്. ആൻഡ് വി ഹാവ് 2 more ഫോർമാറ്റ്സിൽ അത് വരാൻ ചാൻസ് ഉണ്ട്. അത് ω t + kx വരാം, അതുപോലെ തന്നെ -ω t - kx വരാം. ഇങ്ങനെ 2 ഫോർമാറ്റിൽ വന്നാൽ നെഗറ്റീവ് ആയിട്ട് കരുതണം. നെഗറ്റീവ് I. ഇത് രണ്ടും പോസിറ്റീവ് I, ഇത് നെഗറ്റീവ് I ക്യാപ്പ് ആണ്. I ക്യാപ്പ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ KX പകരം ചിലപ്പോൾ KZ ആയിരിക്കാം. ഇതേ റൂളുകൾ തന്നെ നിങ്ങൾ ഉപയോഗിച്ചാൽ ഐ തിങ്ക് ദാറ്റ് വുഡ് ബി ബെറ്റർ. ഇനി അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ. വളരെ സിമ്പിൾ ആണ്. ആ K എന്ന് പറയുന്ന സാധനം 2π/λ. അപ്പോൾ 2π/λയും Kയും തമ്മിൽ നിങ്ങൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഈസിലി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ലാംഡ കാണാം. ഒമേഗയുടെ പേരാണ് ആംഗുലർ ഫ്രീക്വൻസി. അത് 2πν ടൈംസ് ആണ്. അപ്പോൾ ഒമേഗ എന്ന് പറയുന്ന സാധനം 2πν ടൈംസ് ആണ് ഫ്രീക്വൻസി.
കെ എന്ന് പറയുന്ന സാധനം അത് 2π/λ ആണ്. ഇനി അതിൽ നിന്ന് വെലോസിറ്റി കാണാനുള്ള ഐഡിയ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. C is equal to what is the formula C? That is omega divided by K. That is velocity of EM wave. Omega by K. Velocity. സാധാരണ EM വേവിന്റെ വെലോസിറ്റി, സാധാരണ വെലോസിറ്റികളൊക്കെ നമ്മൾ V എന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിലും ഇവിടെ നമ്മൾ കാണുന്നത് C എന്നാണ് നമ്മൾ സാധാരണയായിട്ട് വെലോസിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ. അപ്പോൾ ഒമേഗ ബൈ കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തീർച്ചയായിട്ടും നമുക്കിത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതൊന്നും എല്ലാവരും കറക്റ്റായിട്ട് ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഡാറ്റകളൊക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഒമേഗ ബൈ കെ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒമേഗ 2π ആണ് വരിക, ഡിവൈഡഡ് ബൈ 2π/λ വരും. കെ അപ്പോൾ 2π കട്ട് ചെയ്ത് ദാറ്റ് ഈസ് ന്യൂ ലാംഡ. ന്യൂ ലാംഡ നമുക്കറിയാലോ, ന്യൂ എന്ന് പറഞ്ഞാൽ 1/t ആണെന്ന് എല്ലാവർക്കും അറിയാം, ലാംഡ എന്ന് പറഞ്ഞാൽ x ആണ്. സോ ദാറ്റ് ഈസ് x/t. ഇറ്റ് ഈസ് സിംപ്ലി. അപ്പോൾ ഒമേഗ ബൈ കെയുടെ ഡയമെൻഷൻ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഒമേഗ ബൈ കെയുടെ ഡയമെൻഷൻ ഓഫ് കോഴ്സ് അത് വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കാം. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ. നമുക്ക് അടുത്ത പോർഷനിലേക്ക്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഉണ്ട് എന്നാണ്. അവ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് ആൻഡ് ആൾസോ പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. നൗ വി ക്യാൻ മൂവ് ഓൺ. നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ അത് കാണാമെന്ന് തോന്നുന്നുണ്ട്. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രോബ്ലത്തിന്റെ ഉള്ളിൽ തന്നെ അത്തരം ക്വസ്റ്റ്യനുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എപ്പോഴും E×B ആണ്. ഇപ്പൊ തുടക്കത്തിൽ ഞാനൊരു വെക്ടർ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, EX ആൻഡ് BY അല്ലേ. നമുക്കൊന്ന് നോക്കാം. EX is equal to E0 sin of kz minus omega t and by is equal to b0 sin of kz minus omega t. ഫസ്റ്റ് I വെക്ടറും സെക്കൻഡ് വൺ J വെക്ടറുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ അഥവാ C എന്നൊക്കെ നമ്മൾ പറയുന്ന സിയുടെ യൂണിറ്റ് വെക്ടർ, അതായത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കാണാൻ ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാതെ വളരെ വേഗമായിട്ട് ആരും തന്നെ അതിലേക്ക് പെട്ടെന്ന് പോകരുത്. ബിക്കോസ് ദർ വിൽ ബി എറർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്രോസ് പ്രൊഡക്റ്റ് തന്നെ എടുക്കുക. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ I×J എടുത്താൽ മതി. I×J എല്ലാവർക്കും അറിയാലോ, അത് K വെക്ടറാണ്. അപ്പോൾ നമുക്ക് ഉറപ്പായി അത് പോസിറ്റീവ് Z ആക്സിസിലാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അത് പോസിറ്റീവ് Z ആക്സിലൂടെ ആയിരിക്കും ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. കാരണം KZ മൈനസ് ഒമേഗ ടി ഏതെങ്കിലും ഒന്ന് മൈനസ് ആകുമ്പോൾ നമുക്കത് പോസിറ്റീവ് ആക്സിസ് ആണെന്ന് ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അതിനായിട്ട് കൂട്ടി യോജിപ്പിച്ച് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നെഗറ്റീവ് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി വരിക. അതിനനുസരിച്ച് EX-ന്റെയും BY-ന്റെയും ഡയറക്ഷൻസ് പരസ്പരം മ്യൂച്വലി മാറും. അത് J×I ഒക്കെ ആവും. അപ്പോൾ ഓഫ് കോഴ്സ് അത് -K ആവും. അപ്പോൾ നമ്മൾ E×B കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രമേ ഇതിൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് കുട്ടികൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി. നമ്മൾ പറയുന്നത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓൾവേസ് അലോങ് വെക്ടർ E×വെക്ടർ B. ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട E×B എന്ന് പറയുന്ന സാധനം ബോത്ത് പെർപെൻഡിക്കുലർ ടു E and B ആണ്. അത് നമുക്ക് നേരത്തെ അറിയാമല്ലോ, കാരണം A×Bയുടെ ഡെഫിനിഷൻ നമുക്ക് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. A×B is equal to AB sin θ n ക്യാപ്പ് എന്നാണല്ലോ വെക്ടർ റിലേഷൻ വരുന്നത്. അപ്പോൾ n ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണ്. അത് പെർപെൻഡിക്കുലർ ടു ബോത്ത് A and B ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷനുമായിട്ട് ഇത് വളരെ മാച്ചിങ്ങുമാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അതുകൂടാതെ അത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും പെർപെൻഡിക്കുലർ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നൗ നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് 12 പ്രോപ്പർട്ടികളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ 2 പ്രോപ്പർട്ടികൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇനി ഒരു 10 പ്രോപ്പർട്ടിയും കൂടെ ഞാൻ അതിവേഗത്തിലൊന്ന് പറയാം. അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും റേഷ്യോ ആണ്. നമുക്കറിയാം, നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും നമ്മൾ കണ്ടു.
അതിൻ്റെ സൈൻ ഫങ്ഷൻസ് കണ്ടു. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ റേഷ്യോ E/B എപ്പോഴും കുട്ടികൾ മനസ്സിലാക്കുക. ദ റേഷ്യോ E/B നിങ്ങൾ ഏത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ കൊടുത്തോളൂ. ഇപ്പോൾ ഈ ഫംഗ്ഷൻ എടുത്തിട്ട് നമ്മൾ ഏതൊരു ഇൻസ്റ്റന്റേനിയസ് വാല്യൂ കൊടുക്കുക. ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ റേഷ്യോ എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ്. അത് കോൺസ്റ്റന്റ് ആണെന്ന് മാത്രമല്ല, ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ സിക്ക് ഈക്വലുമാണ്. അതായത് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, E/Bയുടെ വില ഓൾവേസ് സി ആണ്. ഇത് വാക്വത്തിലൂടെ പോകുമ്പോഴുള്ള വെലോസിറ്റിയാണ്. നമുക്കറിയാം അത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് കുറച്ചും കൂടെ കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ E0/B0 പീക്ക് വാല്യൂ അല്ലേ. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്ലൈഡിൽ ഈ കാണുന്ന E0 എന്ന് നമ്മൾ പറയുന്ന സംഭവം, E0 എന്ന് നമ്മൾ പറയുന്ന സംഭവം ബേസിക്കലി എന്താണ്? അതിന്റെ പീക്ക് വാല്യൂ ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ E0/B0 ഓൾവേസ് എന്തായിരിക്കും? സി ആയിരിക്കും. ഇത് വാക്വത്ത് കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യുക? ω/k എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് E0k = B0ω എന്നുള്ള റിലേഷനും നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വെക്ടർ ഫോർമാറ്റ് വരുമ്പോൾ അല്പം വ്യത്യാസം ഉണ്ടാവും. വെക്ടർ ഫോർമാറ്റ് വരുമ്പോൾ k × E0 = ω × B0 എന്നുള്ള റിസൾട്ടിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് കൃത്യമായിട്ട് സ്റ്റുഡൻസ് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡയമെൻഷൻസ് ചോദിച്ചേക്കാം. E0/B0യുടെ ഡയമെൻഷൻ സി ആണെന്ന് മനസ്സിലാക്കുക. അത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. സോ L(T⁻⁻1) എന്ന് കൂളായിട്ട് എഴുതാം. നിങ്ങൾ ഇയും ബിയും ഡയമെൻഷൻസ് ഒന്നും പോയി നോക്കരുത്. E/B എന്ന് കണ്ടാൽ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് L(T⁻⁻1) എടുക്കാൻ സാധിക്കും. നൗ നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവാണ്. ഞാൻ പ്രോപ്പർട്ടിയുടെ നമ്പർ ഒന്നും പറയുന്നില്ല. നിങ്ങൾ അത് ഞാൻ 12 പ്രോപ്പർട്ടീസ് ആണ് ബേസിക്കലി ഉള്ളതെന്ന് പറഞ്ഞു. ഓൾറെഡി നമ്പറൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കാം. ഓൾ ദ ഇലക്ട്രോമാഗ്നറ്റിക്, ഇതൊരു കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളും ആയിക്കോട്ടെ, അത് വെദർ ഇറ്റ് ഈസ് റേഡിയോ വേവ്, മൈക്രോവേവ് ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി, അതിന്റെ ഫ്രീക്വൻസി നിങ്ങൾ എന്ത് ചെയ്യണ്ട, നോക്കുകയേ വേണ്ട. ഓൾ ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം. എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളും അത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിന് മീഡിയം വേണ്ട എന്നുള്ളതാണ്. സാധാരണ ഇലാസ്റ്റിക് വേവുകൾക്ക് ട്രാവൽ ചെയ്യാൻ നമുക്ക് മീഡിയം ആവശ്യമുണ്ട്. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾക്ക് ട്രാവൽ ചെയ്യാൻ മീഡിയത്തിന്റെ റിക്വയർമെന്റ് ഇല്ല. സോ ഓൾ ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം വിത്ത് സെയിം വെലോസിറ്റി. അതൊരു തവണ ചോദിച്ച് പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസിയുമായിട്ട് ഈ വെലോസിറ്റിക്ക് ഡിപ്പെൻഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡിപ്പെൻഡൻസ് ഇല്ല. വാക്വത്ത് കൂടെയുള്ള എല്ലാ വെലോസിറ്റിയും, എല്ലാവരുടെയും വെലോസിറ്റി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെങ്കിൽ സെയിം ആയിരിക്കും. അത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. അതാണ് നമ്മൾ എടുക്കുന്ന വെലോസിറ്റിയുടെ എക്സാക്ട് വാല്യൂ, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ഫോർ 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഓക്കെ, മോർ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വലിയ നമ്പർ നമ്മൾ കണ്ടിട്ടുണ്ട് 299792458 മീറ്റർ/സെക്കൻഡ് എക്സാക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ വാല്യൂ ആണ് നമ്മൾ 3 × 10⁸ ആയിട്ട് നമ്മൾ കരുതുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത് അടുത്തൊരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ എടുക്കണം. എപ്പോഴും അതിൻ്റെ വെലോസിറ്റി, വാക്വത്ത് കൂടെയുള്ള സ്പീഡ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ. കാരണം ഇത് മൾട്ടി ഡിറക്ഷണൽ ആയിട്ടായിരിക്കും പോവുക. ഒരു സോഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന ഡയറക്ഷൻ എന്നില്ല, എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ് ട്രാവൽ ചെയ്യും. എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളും ട്രാവൽ ചെയ്യും. ഓക്കെ, നൗ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത പ്രോപ്പർട്ടി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ ട്രാൻസ്വേഴ്സ് ആണ്. എൻ്റെ ഡിസ്കഷൻ്റെ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് ബേസിക്കലി വേവിൻ്റെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്റ്റർ വൈബ്രേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ വൈബ്രേഷൻ ആരാണ് നടത്തുന്നത്? വേരിയേഷൻ ആരാണ് നടത്തുന്നത്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമാണ്. ആ രണ്ടും എന്താണ്? നമ്മളുടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആണ്. ഞാൻ പറഞ്ഞു എക്സും വൈയും ആണെങ്കിൽ വേവ് പോകുന്നത് സെഡിലാണെങ്കിൽ എക്സും വൈയും സെഡിന് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് മോർ പ്രിസൈസ്ലി ഈ വാക്ക് ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ ഡബിൾ ട്രാൻസ്വേഴ്സ്. കാരണം ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് അതൊരു ഡബിൾ ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ട് കരുതുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഈ ട്രാൻസ്വേഴ്സ് ആയതുകൊണ്ട് വേവ് ഒപ്റ്റിക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യം ഇതിനുണ്ട്. കാരണം അവിടെ നിങ്ങൾ പഠിക്കുന്ന പോളറൈസേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളെ നമുക്ക് പോളറൈസ് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു വെക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പം നിങ്ങളൊരു കൂളിംഗ് ഗ്ലാസ് വെക്കുകയാണെങ്കിൽ ലൈറ്റ് എന്തുകൊണ്ടാണ് ഡിം ആവുന്നത്?
ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോൾ ലൈറ്റ് ഡിം ആവാനുള്ള കാരണം ലൈറ്റ് വേവുകൾ നിങ്ങളുടെ പോളറോയിഡ് ആയിട്ടുള്ള ആ ഒരു ഗ്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ ഒരു വെക്ടർ, മാഗ്നറ്റിക് വെക്ടർ നള്ളിഫൈ ആണ്, ഇല്ലാണ്ടാവുകയാണ്. മാഗ്നറ്റിക് വെക്ടർ ഇല്ലാണ്ടാവുന്നതോടുകൂടി ഉള്ളിലേക്ക് വരുന്ന ലൈറ്റിൽ ഇലക്ട്രിക് വെക്ടർ മാത്രം വരികയും, അപ്പോൾ അത് ഇലക്ട്രിസിറ്റി ആണെന്ന് കരുതരുത് കേട്ടോ. അങ്ങനെ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ, ഇലക്ട്രിക് വെക്ടർ മാത്രം വരിക, അങ്ങനെയല്ല. ആ ഇലക്ട്രിക് വെക്ടർ വരുമ്പോൾ ആ വേരിയേഷൻ കൊണ്ട് വീണ്ടും ഒരു മാഗ്നറ്റിക് വെക്ടർ ഉണ്ടാവും, ബട്ട് ഓഫ് ലോ ഇന്റൻസിറ്റി. അങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. ആ ലോ ഇന്റൻസിറ്റിയിൽ ഇത് എന്ത് ചെയ്യുന്നു, കണ്ണിലേക്ക് വരുന്നതുകൊണ്ടാണ് നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോൾ ലൈറ്റ് അല്പം ഡിം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ട്രാൻസ്വേഴ്സ് നേച്ചറാണ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് നേച്ചറുള്ള വേവുകളെ മാത്രമേ നമുക്ക് പോളറൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ അഥവാ ലൈറ്റ്, റേഡിയോ വേവുമായിട്ട് ബന്ധപ്പെട്ട് നീറ്റിന് പണ്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ഇനി JEEക്ക് ചോദിച്ചുകൂടാന്നില്ല. റേഡിയോ വേവുകളെ പോളറൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് റേഡിയോ വേവുകളെ നമുക്ക് പോളറൈസ് ചെയ്യാം, കാരണം റേഡിയോ വേവുകൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാം, പോളറൈസ് ചെയ്യാൻ സാധിക്കുമെന്നാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പോളറൈസേഷന് കാരണമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പോളറൈസേഷന്റെ കാരണം അതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ് എന്നുള്ളതാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, നൗ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇംപാർട്ട് മൊമെന്റം. അല്ലേ, സാധാരണ വേവുകൾ നമുക്ക് വളരെ കൂളായിട്ട് ഇതിന് മൊമെന്റം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എക്സ്പെരിമെന്റ് നോക്കിയാൽ മതി. അലൂമിനിയത്തിലേക്ക് എക്സ്റേ വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഇന്നർ ഓർബിറ്റിൽ നിന്ന് വരെ ഇലക്ട്രോണുകളെ പുറത്തേക്ക് ജമ്പ് ചെയ്യിപ്പിക്കും. അതായത് മൊമെന്റം ട്രാൻസ്ഫർ ചെയ്യാൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് സാധിക്കും. പക്ഷെ നമ്മൾ മെക്കാനിക്കലി ഡീൽ ചെയ്യുന്നത് പോലെയല്ല മൊമെന്റം ഇലക്ട്രോ മാഗ്നറ്റിക്കലി ഡീൽ ചെയ്യുന്നത്. മെക്കാനിക്കലി നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാൻ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റിക്കലി വേവിന് മാസ് ഇല്ലല്ലോ. വേവ് എന്ന് പറയുന്ന എനർജിയുടെ ട്രാൻസ്ഫറൻസ് മാത്രമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, വളരെ സിമ്പിളായിട്ട് അതിൻ്റെ മൊമെന്റം ട്രാൻസ്ഫറൻസ് കാണണമെങ്കിൽ ഇറ്റ് ഈസ് U/c എന്നുള്ള ഫോർമുലയാണ് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. U/c ഈസ് ആക്ച്വലി മൊമെന്റം. ഓക്കെ, അപ്പൊ മൊമെന്റം ഇംപാർട്ടിങ് U/c ആണ്. വാട്ട് ഈസ് U? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എനർജി. വാട്ട് ഈസ് c? വെലോസിറ്റി. എനർജി ബൈ വെലോസിറ്റി, ഇറ്റ്സ് മൊമെന്റം. ഡയമെൻഷൻസ് ഒക്കെ ഈ ഭാഗത്ത് നിങ്ങൾ നോക്കി വെക്കണേ. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഡയമെൻഷൻസ് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓരോതിൻ്റെ ഡയമെൻഷൻസ് വന്നു കഴിഞ്ഞാൽ നോട്ട്. അപ്പോൾ എനർജി ബൈ വെലോസിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി മൊമെന്റം ആണെന്ന് മനസ്സിലാക്കുക. അതന്നെ ചിലപ്പോൾ ഒരു ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്തേക്കാം. ഇപ്പോൾ ഒരു സർഫസിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഇമ്പാർട്ട് ചെയ്യുന്ന മൊമെന്റത്തിന് വ്യത്യാസമുണ്ട്. അത് മെക്കാനിക്കലി നിങ്ങൾ ഡീൽ ചെയ്യുന്നത് പോലെ തന്നെ 2U/c ഉപയോഗിക്കേണ്ടി വരും. ഡബിൾ റിഫ്ലക്ട് ചെയ്യുന്ന, പൂർണ്ണമായിട്ടും ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ U/c ഉപയോഗിക്കണം. ഇനി പൂർണ്ണമായിട്ടും റിഫ്ലക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഉള്ളൊരു ഫോർമുല ഞാൻ ഇന്റൻസിറ്റി ഒന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പാർഷ്യൽ ആയിട്ടുള്ള റിഫ്ലക്ഷൻ ഉണ്ടാവാം, ഒട്ടും റിഫ്ലക്ഷൻ ഇല്ലാതിരിക്കുക. അപ്പോൾ 2I/c കൂടെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പം മൊമെന്റം ഇംപാർട്ടിങ്, മൊമെന്റം ട്രാൻസ്ഫേർഡ് ഈസ് ഈക്വൽ ടു 2U/c കൂടെ നമുക്ക് മനസ്സിലാക്കി വെക്കാവുന്നതാണ്. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ. അത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്, അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രോപ്പർട്ടി അത് മൊമെന്റം ഇമ്പാർട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ എനർജി ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ അത് ഞാനൊരു വേറൊരു പ്രോപ്പർട്ടി ആയിട്ട് എടുക്കുന്നില്ല, കാരണം വേവ് എന്ന് പറയുന്നത് തന്നെ എനർജിയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കനോട്ട് ബി ഡിഫ്ലക്റ്റഡ് either by electric field or magnetic field. ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ചോ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചോ നമുക്ക് ഡിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നോക്കൂ, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. എങ്ങനെയാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാകുന്നത്? ചാർജിന്റെ ഓസിലേഷൻസ് അല്ലെങ്കിൽ ചാർജിന്റെ ആക്സിലറേഷൻ വഴിയാണ്. ചാർജ് നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ ചാർജിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും, നമുക്കറിയാം. ദാറ്റ് ഈസ് F = QE. മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ചാർജിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും, നമുക്കത് QVB sin θ, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ F = QVB sin θ. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഈ ഫോഴ്സ് ഒന്നുമില്ല. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താലോ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താലോ വേവ് ഡിഫ്ലക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത് എന്താണ്? നമ്മൾ പറഞ്ഞു, എനർജി തീർച്ചയായിട്ടും ട്രാൻസ്ഫർ ചെയ്യും, മൊമെന്റം ട്രാൻസ്ഫർ ചെയ്യും, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ എന്തില്ല? ചാർജ് ഇല്ല. ഇറ്റ്സ് ഫ്രീ ഫ്രം ചാർജ് ആൻഡ് ഫ്രീ ഫ്രം മാഗ്നറ്റിസം.
നമുക്ക് രണ്ടും കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു 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 സമന്വിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള ഫോമാണല്ലോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. പക്ഷെ രണ്ടിൻ്റെയും സ്വഭാവം അതിനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലേ. ആൻഡ് ദിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാക്സ്വെൽ ഇൻ 1865. 1865 അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് തിയറിറ്റിക്കലായിട്ട്. ഇതാദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഈ പ്രപഞ്ചം ഉണ്ടായത് മുതൽ തന്നെ EM വേവ്സ് ഉണ്ട്. പക്ഷെ തിരിച്ചറിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഹെഡ്സ് ആണ്. അത് 1885 ആ സംഭവം നടക്കുന്നത്. ഹെഡ്സിനാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രൊഡക്ഷന്റെ ഖ്യാതി. ആദ്യമായിട്ട് ഒരു മെത്തേഡിൽ അത് പ്രൊഡ്യൂസ് ചെയ്തത് ഹെഡ്സ് ആണ്. പക്ഷെ അത് തിയറിറ്റിക്കലി അത് പ്രപ്പോസ് ചെയ്തത് നമ്മുടെ മാക്സ്വെല്ലാണ്. ക്ലാസിക്കൽ തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം എന്നാണ് നമ്മൾ ആ തിയറിക്ക് പറയുന്നതെന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിലും വലിയ സയന്റിസ്റ്റുകൾ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1895 ജെസി ബോസ് ഇതിനെക്കുറിച്ച് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ബോട്ടണിയിൽ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് അദ്ദേഹം അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു പോയി. അതുകൊണ്ട് എന്താണ് 1896 പരീക്ഷണം മാർക്കോണിയുടേതാണ്. മാർക്കോണിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റേഡിയോ കണ്ടെത്തിയത് ആര്? എപ്പോഴും PSCകളിലൊക്കെ വരുന്ന ഒരു ചോദ്യമാണ്, റേഡിയോ കണ്ടെത്തിയത് ആരാണ്? റേഡിയോ കണ്ടെത്തിയത് മാർക്കോണി. നമ്മളെല്ലാം ഓർക്കുന്നത് ആ റേഡിയോ സെറ്റ് കണ്ടെത്തിയ ആളാണെന്നാണ്. ഓഫ് കോഴ്സ് അതല്ല. ഈ റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ സിസ്റ്റം കണ്ടെത്തിയ ആളാണ്. റേഡിയോ വേവ്സ് ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷനാണ് അവരത് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം മാർക്കോണി 1899 അത് ഇൻവെന്റ് ചെയ്ത് അത് റിയലൈസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ചാനലിന് അക്രോസ് ആയിട്ട്, ഇംഗ്ലീഷ് ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു ചാനലല്ല കേട്ടോ, ഇംഗ്ലീഷ് ചാനൽ എന്ന് പറഞ്ഞാൽ കടലാണ്. അതിന്റെ മേലെ കൂടെ എന്ത് ചെയ്യുക, ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ ഉപയോഗിച്ച് അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കി, വയർലെസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും, പക്ഷെ ചാർജുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ അതിന് സാധിക്കില്ല. ചാർജുകളെയും കൂടെ ട്രാൻസ്ഫർ ചെയ്തിരുന്നെങ്കിൽ ലോകം മറ്റു രീതിയിലായി പോയേനെ. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈൽ വേറൊരു സ്ഥലത്താണെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ സാധിച്ചേനെ നമുക്ക്, പ്ലഗ് അവിടെയും ഡിവൈസ് ഇവിടെയാണെങ്കിൽ. പക്ഷെ അത് പോസിബിൾ അല്ല. ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ ഇത് ചാർജുകളെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവാം. ഇത് നമ്മൾ വളരെ പ്രത്യക്ഷത്തിൽ കാണുന്നതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ട്രാവലിംഗ് ഇൻ റെക്റ്റിലീനിയർ പാത്ത്. എപ്പോഴും അത് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മൾ മനസ്സിലാക്കണം. റെക്റ്റിലീനിയർ പാത്ത് എന്ന് പറഞ്ഞാൽ വെറും സ്ട്രെയിറ്റ് ആവാം, അതിന് വളവൊക്കെ ഉണ്ടാവാം, പക്ഷെ അത് ഇങ്ങനെയുള്ള വളവുകളായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കണ്ടോ? അതായത് റിഫ്ലക്ഷൻ സംഭവിച്ചേക്കാം, റിഫ്രാക്ഷൻ സംഭവിച്ചേക്കാം, പക്ഷെ അത് റെക്റ്റിലീനിയർ പാത്തിലൂടെ ആയിരിക്കും ട്രാവൽ ചെയ്യുക. അതായത് സ്ട്രെയിറ്റ് പാത്ത് എന്ന് നമുക്ക് പറയുന്നതാണ് എക്സാക്ട്ലി നമ്മൾ ഈ പറയുന്ന റെക്റ്റിലീനിയർ പാത്ത്. അത് കർവിലീനിയർ പാത്തിലൂടെ ഒരിക്കലും ട്രാവൽ ചെയ്യില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം. ഓക്കെ, now as an electromagnetic wave travels from one medium to another medium, its frequency remains a wonderful property. എയറിൽ നിന്ന് വാട്ടറിലേക്ക് എന്ത് ചെയ്യാം, ഒരു പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ ട്രാവൽ ചെയ്തേക്കാം. അപ്പോൾ ഏത് ക്വാണ്ടിറ്റിയാണ് മാറാതെ നിൽക്കുന്നതെന്ന് നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കാം. ആ മാറാതെ നിൽക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ് മക്കളെ. നിങ്ങൾ മനസ്സിലാക്കണം, frequency will not change. Frequency depends on the source from which electromagnetic wave is produced. That means accelerating charge. ഏത് സോഴ്സിൽ നിന്നാണോ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ആ സോഴ്സുമായിട്ടാണ് ഇതിന്റെ ഫ്രീക്വൻസിക്ക് റിലേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളുടെ ഫ്രീക്വൻസിയിൽ മാറ്റമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്ന ബ്യൂട്ടിഫുൾ റിലേഷൻ ν1 = ν2 എന്നാണ്. വാട്ട് ഈസ് ν1? ദ ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ ദ ഫസ്റ്റ് മീഡിയം. ആൻഡ് വാട്ട് ഈസ് ν2? ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ ദ സെക്കൻഡ് മീഡിയം. രണ്ടും സെയിം ആണ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കി വാട്ട് ഈസ് ഫ്രീക്വൻസി? ദാറ്റ് ഈസ് C/λ. C/λ is the frequency. So C1 divided by λ1 equal to C2 divided by λ2. Okay, C1 by λ1 equal to C2 by λ2. അപ്പം നമുക്ക് നോക്കാം, ലാംഡയിൽ മാറ്റമുണ്ട്. സോ മീഡിയം ടു മീഡിയം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യുമ്പോൾ C1 C2 വെലോസിറ്റിയിൽ മാറ്റമുണ്ട്. ഓക്കെ, അഥവാ വേവ് ലെങ്തിൽ മാറ്റമുണ്ട്, പക്ഷെ ഫ്രീക്വൻസി മാറില്ല. C/λ is constant. So from this you can write C proportional to λ is 1 relation. കാരണം C/λ ഒരു കോൺസ്റ്റന്റ് ആണ്. C/λ is a constant. അപ്പോൾ C/λ കോൺസ്റ്റന്റ് ആയാൽ ഞാൻ മീഡിയം ടു മീഡിയം ആണ് പറയുന്നത് കേട്ടോ, അല്ല C/λ ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണെന്നല്ല പറയുന്നത്. ഓക്കെ, ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ C1/C2 is equal to λ1/λ2. കിഡ്സ്,
മക്കളെ നിങ്ങൾ നോക്കൂ, എന്താണ് ഈ C1/C2? C1/C2 ഒപ്റ്റിക്സിൽ വലിയ പ്രാധാന്യമുണ്ട്. C1/C2 എന്താ? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഫസ്റ്റ് മീഡിയം ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം. Velocity of light in first medium to the velocity of light in second medium we call refractive index of the second medium with respect to first medium. That is we called N21 എന്ന് നമുക്ക് പറയാം. N21 refractive index of second with respect to first. That is equal to lambda 1 by lambda 2. New formula for you. Refractive index കാണാൻ വേവ് ലെങ്ത്തുകളുടെ റേഷ്യോ എടുത്താലും മതി. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ വേവ് ലെങ്ത്തുകളുടെ റേഷ്യോ എടുത്താലും മതി എന്നാണ് ഞാൻ പറയുന്നത്. lambda 1 by lambda 2. അപ്പോൾ C1/C2 വാല്യൂ lambda 1 by lambda 2 ഈക്വൽ ആണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഞാൻ എൻ്റെ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളുടെ. അപ്പോൾ ഞാനിപ്പോൾ 9 പ്രോപ്പർട്ടികളാണ് ഇപ്പോൾ പറഞ്ഞത്. 9 പ്രോപ്പർട്ടികൾ പറയാൻ വളരെ എളുപ്പമാണ്, കാരണം ഇതിൽ മാത്തമാറ്റിക്സ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രോപ്പർട്ടികളിൽ ഗംഭീരമായ അളവിൽ മാത്തമാറ്റിക്സ് കൂടെ ഉണ്ട്, ഫോമുലകളുണ്ട്. ആ ഫോമുല നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ മാത്തമാറ്റിക്കലി നമുക്ക്, അപ്പോൾ ഇത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് വരുന്ന, അതിൻ്റെ ന്യൂമറിക്കൽ ലെവലിൽ വരുന്ന, ഒബ്ജക്റ്റീവ് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യാനും കൂടെ പഠിക്കണം. സോ ഞാൻ 10th പ്രോപ്പർട്ടിയിലേക്ക് പോവാണ്. 10th പ്രോപ്പർട്ടി വളരെ രസകരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. എനർജി ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ. നോക്കിയേ, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററിനും മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്ററിനും പകുതി പകുതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പോളറൈസേഷൻ നടക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ നള്ളിഫൈ ചെയ്യാമെന്ന് കരുതും. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത്? മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എനർജി നമ്മൾ ഒഴിവാക്കിപ്പോയി. അപ്പോൾ ഓഫ് കോഴ്സ് പകുതി എനർജിയായി. പകുതി എനർജി ആവുമ്പോഴാണ് പകുതി ബ്രൈറ്റ്നെസ് വരുന്നത്. എന്തൊരു മികച്ച കൺസെപ്റ്റ്! അതിനായിട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. എനർജി ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ. ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി നമ്മൾ മാത്തമാറ്റിക്കലി പഠിച്ചു വെക്കണം. ദാറ്റ് ഈസ് എനർജി ഡെൻസിറ്റി. വളരെ മികച്ച രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്ന ഭാഗമാണ് എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി ഈസ് ആൾസോ കോൾഡ് റേഡിയേഷൻ പ്രഷർ. ഇങ്ങനെയും ഈ സാധനം പറയാറുണ്ട്. എനർജി ഡെൻസിറ്റി ഈസ് ആൾസോ കോൾഡ് റേഡിയേഷൻ പ്രഷർ. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി പ്രകാരം പകുതി പ്രഷർ ഓഫർ ചെയ്യുന്നത് ആരായിരിക്കും? ഇലക്ട്രിക് ഫീൽഡും പകുതി പ്രഷർ ഓഫർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡുമാണ്. ഞാൻ ഈ എനർജി ഡെൻസിറ്റിയെ തൽക്കാലം യു ഡാഷ് എന്ന് സിമ്പിൾ ചെയ്തു കഴിഞ്ഞാൽ യു ഡാഷ് ഓഫ് ഇ പ്ലസ് യു ഡാഷ് ഓഫ് ബി ആയിരിക്കും യു ഡാഷിന്റെ വാല്യൂ. വാട്ട് ഇസ് യു ഡാഷ്? എനർജി ഡെൻസിറ്റി. What is U dash of E? Energy density associated with electric field. What is U dash of B? Energy density associated with the magnetic field. പക്ഷേ ഈ പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? അത് യു ഡാഷ് ഇയും യു ഡാഷ് ബിയും സെയിം ആണെന്നാണ്. അതായത് പ്രഷർ, എനർജി ഓഫേർഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സെയിം ആസ് എനർജി ഓഫേർഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ ഇത് സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? യു ഡാഷ് ഇസ് ഈക്വൽ ടു, വി ക്യാൻ യൂസ് either 2u dash of E, or you can take u dash equal to 2u dash of B. കണ്ടോ? ഇനി യു ഡാഷ് ഓഫ് ഇ, ഇലക്ട്രിസിറ്റി പഠിച്ച ആളുകൾക്ക് സംബന്ധിച്ച് യു ഡാഷ് ഓഫ് ഇ വളരെ സിമ്പിൾ ആണ്. മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പഠിച്ച നിങ്ങളെ സംബന്ധിച്ച് യു ഡാഷ് ഓഫ് ബി വളരെ സിമ്പിൾ ആണ്. ആ വാല്യൂ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയല്ലോ. അത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. യു ഡാഷ് ഓഫ് ഇ എന്താണെന്ന് ആദ്യം നോക്കാം. ഹാഫ് ഇൻറ്റു അല്ലേ, കപ്പാസിറ്റർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 ഇൻറ്റു ഇ സ്ക്വയർ. കുട്ടികളെ, നമ്മൾ കപ്പാസിറ്ററിൽ പറയുന്ന ആ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ബേസിക്കലി അതൊരു കോൺസ്റ്റന്റ് സ്റ്റഡി ഫീൽഡാണ് രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ. പക്ഷെ ഇവിടുത്തെ ഫീൽഡ് വേരിയിങ് ആയതുകൊണ്ട് ഈ ഫോർമുലയിൽ നിങ്ങൾ ERMS ചേർക്കണം. എന്താണ് ERMS? RMS വാല്യൂ.
RMS വാല്യൂ നമ്മൾ ചേർക്കണം. കാരണം RMS എന്തിനാണ് ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സ്റ്റഡി അല്ല. അപ്പോൾ ആവറേജ് എടുക്കണം. ആവറേജ് സൈൻ ഫംഗ്ഷൻ ആണ്. ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 0 ആണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആവറേജ് ചേർക്കരുത്. അതിന് പകരം പുതിയ കൺസെപ്റ്റിലുള്ള ആവറേജ് ആയിട്ടുള്ള RMS വാല്യൂ ചേർക്കണം. ഏതൊരു സൈൻ ഫംഗ്ഷനിലും നമ്മൾ എടുക്കുന്നത് RMS വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇത് U'(E) ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, വേവ് ഫംഗ്ഷൻ നോക്കിയിട്ട് വെറുതെ നമ്മൾ RMSലേക്ക് പോകണ്ട. കാരണം വേവ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ E0 എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അതെന്തായിരിക്കും, അതിന്റെ പീക്ക് വാല്യൂ ആണ്. അപ്പൊ നമുക്ക് RMS വാല്യൂവിന് പകരം അവിടെ പീക്ക് വാല്യൂ കൊടുക്കാമല്ലോ. വാട്ട് ഈസ് RMS ആൻഡ് പീക്ക് വാല്യൂ റിലേഷൻ എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് E0/√2 ആണല്ലോ ഈ RMS ഉണ്ടാവുക. അപ്പൊ നേരെ അത് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ ഈ കാര്യം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ദാറ്റ് ഈസ് U'(E) is equal to 1/4 epsilon 0 E0 square. Don't forget to learn that equation. ഇതാണ് U'(E). 1/4 എങ്ങനെ വന്നു ചോദിച്ചാൽ E0/√2 ഞാൻ സ്ക്വയർ ചെയ്തപ്പോൾ ആ √2ന്റെ സ്ക്വയർ ആണ് 2 ആയിട്ട് വന്നു. അത് 1/2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1/4 ആയി. കിഡ്സ്, നിങ്ങൾ മനസ്സിലാക്കി, ഇതാണ് എനർജി ഡെൻസിറ്റി അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ്. സിംപിളി നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ. ഈ സാധനത്തിന് 2 ടൈംസ് എടുത്താൽ എനർജി ഡെൻസിറ്റി ഓഫ് EM വേവ് ആയി 2 × 1/4 × epsilon 0 E0 square. So that is U' equal to 1/2 epsilon 0 E0 square. This is energy density of EM wave. അപ്പോൾ ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ എഴുതിയിരിക്കുന്നത് എനർജി ഡെൻസിറ്റി അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ് ഓൺലി. ഇപ്പോൾ എഴുതിയിരിക്കുന്നത് എനർജി അതിന്റെ 2 ടൈംസ് ആയിരിക്കും. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കാമല്ലോ. മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കാം. മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക, നമുക്ക് U'(B) ചെയ്യുമ്പോൾ ഇതേ ഫോർമുല നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക്സ് കിട്ടുമല്ലോ. ½ × BRMS square by μ0. സിമെട്രി പ്രകാരം നിങ്ങൾക്കറിയാം എപ്സിലോൺ 0 മേലെ വരുമ്പോൾ μ0 താഴെ എഴുതിയാൽ ഫോർമുലകൾ പക്കായിരിക്കും. 1/4π എപ്സിലോൺ 0 എഴുതും നമ്മൾ. മാഗ്നറ്റിക്സിൽ വരുമ്പോൾ μ0/4π. അപ്പോൾ അടിയിൽ എപ്സിലോൺ 0 വരുമ്പോൾ മേലെയാണ് μ0 വരിക. അപ്പോൾ മേലെ എപ്സിലോൺ 0 വരുമ്പോൾ അടിയിലായിരിക്കും μ0 വരിക. വളരെ ക്ലിയർ ആണ്. അതിൽ RMS വിലയിലാണ് ഉള്ളത്. പക്ഷെ RMS വിലയിലല്ല നമ്മൾ എഴുതുക, നമ്മൾ പീക്ക് വിലയിൽ എഴുതണം, പീക്ക് വാല്യൂയിൽ എഴുതണം. പീക്ക് വാല്യൂ എഴുതുമ്പോൾ ആ BRMSന് പകരം B0/√2 കൊടുത്താൽ U'(B) is equal to 1/4 B0 square divided by μ0. അത് U'(B) ആണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, U' കിട്ടും. അപ്പോൾ അതായത് U' is equal to 1/2 B0 square by μ0. All relations now you have. You have the property നമ്മൾ അനലൈസ് ചെയ്തു. U'(E) ഉണ്ട്. വാട്ട് ഈസ് U'(E)? ഇറ്റ് ഈസ് എനർജി ഡെൻസിറ്റി അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ് ഓൺലി. വാട്ട് ഈസ് U'(B)? എനർജി ഡെൻസിറ്റി അസോസിയേറ്റഡ് വിത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഓൺലി. വാട്ട് ഈസ് U'? എനർജി ഡെൻസിറ്റി ഓഫ് EM വേവ് കമ്പൈൻഡ്. രണ്ടും കൂടെ ചേർന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടുന്ന് വളരെ പ്രധാനപ്പെട്ട റിലേഷനും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ സിമ്പിൾ ആണ്. ½ × epsilon 0 × E0 square is equal to ½ × B0 square divided by μ0. കാരണം ഇത് രണ്ടും ഈക്വൽ ആവണല്ലോ. അതാണ് ബേസിക് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ആ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ 10th പ്രോപ്പർട്ടി വളരെ സിമ്പിൾ പ്രോപ്പർട്ടി ആണെങ്കിലും അതിൽ മാത്തമാറ്റിക്കൽ ഫോർമുല നമ്മൾ പഠിച്ചു വെക്കണം. എനർജി ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, നൗ അടുത്തതായിട്ട് നമ്മൾ നോക്കാം. അടുത്ത നമ്മൾ 11th പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. 11th പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ കാണാം. വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ എ മീഡിയം ഡിപ്പെൻഡ്സ് ഓൺ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ദ മീഡിയം. നോക്കൂ, വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ മീഡിയമാണ്. നമ്മൾ വാക്വത്തിൽ നോക്കാനൊന്നുമില്ല. വാക്വത്തിൽ ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. എല്ലാ EM വേവുകളും ഒരേ വാല്യൂലാണ് വാക്വത്തിൽ ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ മീഡിയത്തിൽ അങ്ങനെയല്ല. മീഡിയത്തിൽ എന്താണ്, അത് ഓരോന്നിനും ഓരോ വെലോസിറ്റിയാണ്. അത് മീഡിയത്തിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. അതായത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ദ മീഡിയം. ഇത് കാണാൻ ഞാൻ സിമ്പിളായിട്ട് നമ്മളെ പ്രീവിയസ് പ്രോപ്പർട്ടി എടുത്ത് കിട്ടാൽ മതി. പ്രീവിയസ് പ്രോപ്പർട്ടി എന്താ, രണ്ടിന്റെ എനർജി ഡെൻസിറ്റി സെയിം ആണ്. അതായത് ½ × epsilon 0 E0 square is equal to ½ × B0 square by μ0. കണ്ടോ,
ഹാഫ് അങ്ങ് കട്ട് ചെയ്തു. കുട്ടികളെ B0² ഇങ്ങോട്ടും ε0 ഇങ്ങോട്ടും പ്ലേസ് ചെയ്താൽ E0² ഡിവൈഡഡ് ബൈ B0² ഇസ് ഈക്വൽ ടു 1/√of ε0 μ0. കണ്ടോ? വാട്ട് ഈസ് E/B? E0/B0 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ C ആണ്. സോ ദിസ് ഇസ് C² ഇസ് ഈക്വൽ ടു 1/√of, സോറി ഇറ്റ്സ് നോട്ട് സ്ക്വയർ റൂട്ട്, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഡിസ്കഷനിൽ. ഞാൻ ജസ്റ്റ് ദിസ് ഇസ് ഈക്വൽ ടു 1/ε0 μ0. ഞാൻ റൂട്ട് നേരത്തെ എടുത്തു പോയി. റൂട്ട് ഈ സ്റ്റെപ്പിലാണ് നമ്മൾ എടുക്കേണ്ടത്. ദിസ് ഈസ് C². C² is equal to 1/ε0 μ0. Therefore, C is equal to 1/√of μ0 ε0. Kando? What is μ0? As all of you know, it is μ0 is permittivity of vacuum or free space. ε0. μ0 is permeability. μ0 is permeability and ε0 permittivity. അപ്പോൾ ഇത് എന്താണ് ഇലക്ട്രിക് ബിഹേവിയർ? Nothing but permittivity. What is magnetic behavior? Okay. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ്. ഇലക്ട്രിക് പെർമിറ്റിവിറ്റി ആണ് ഇലക്ട്രിക് ബിഹേവിയർ. അത് രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് മനസ്സിലായി. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മീഡിയത്തിലേക്ക് കൊണ്ടുവരാം? വളരെ സിമ്പിൾ. ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിക്കും പെർമിയബിലിറ്റിക്കും പകരം ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയും പെർമിയബിലിറ്റിയും കൊടുത്താൽ മതി. സോ വാട്ട് ഈസ് വി? വെരി സിമ്പിൾ. 1/√of μ ε. കണ്ടോ? സിമ്പിളായിട്ട് കൊടുത്തു. ഇതാണ് എൻ്റെ 11th പ്രോപ്പർട്ടിയുടെ ബേസിക് ആയ ഐഡിയ. ഓക്കെ, μ ε. ഇത് നമുക്ക് വേണമെങ്കിൽ μr ε/r എഴുതാം. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ V is equal to 1/√of μ0 μr ε0 ε/r. 1/√of μ0 μr ε0 ε/r. അതിൽ ആ μ0 ε0 ഇങ്ങ് മാറ്റി വെച്ചാൽ അത് C ആയി. Therefore, velocity is equal to C divided by √of μr ε/r. വളരെ സിമ്പിൾ. കണ്ടോ? This is velocity of EM wave in a medium. ബ്യൂട്ടിഫുൾ റിലേഷൻ. ഇതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ കേട്ടോ. C/V അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഇക്വേഷൻ ഞാൻ ഉണ്ടാക്കി തരാം. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒപ്റ്റിക്സ് പഠിക്കുമ്പോൾ വളരെ ഗുണകരമായിരിക്കും. അബ്സല്യൂട്ട് N എന്ന് പറയാം. C/V ഈക്വൽ ടു വാട്ട് ഈസ് C/V? √of μr ε/r. മാക്സ്വെല്ലിന്റെ കൺസെപ്റ്റ് പ്രകാരം ഈ μr ε/rന്റെ റിലേഷൻ ഈ പ്രൊഡക്റ്റ് >1 ആയതിനാൽ V <C ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക്സിൽ പറയുന്നുണ്ട്. അതിലൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ ലെവലിൽ നമുക്കത് പഠിച്ചു വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. μr ε/rന്റെ പ്രൊഡക്റ്റ് എപ്പോഴും >1 ആയതിനാലാണ് V <C ആവുന്നതെന്നാണ് മാക്സ്വെല്ലിന്റെ അഭിപ്രായം. മോഡേൺ ഫിസിസിസ്റ്റുകൾക്ക് ചെറിയ ഒരു ആർഗ്യുമെന്റ് അതിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ദാറ്റ് ഈസ് ഓക്കെ. നമുക്കത് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ 11th പ്രോപ്പർട്ടിയിൽ എനിക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളുടെ ലാസ്റ്റ് പ്രോപ്പർട്ടികളിലേക്ക്, അതായത് 12th പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ വെലോസിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. വെലോസിറ്റി നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എനർജിയിൽ നിന്ന് തന്നെ നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈക്വൽ എനർജി ആയതിനാൽ അത് നേരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഏത് ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും ഈക്വൽ ആയിട്ടുള്ളത് എന്താണെന്നുള്ളതാണ്. ഈക്വൽ ആയിട്ടുള്ളത് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എനർജിയാണ്, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എനർജി ഡെൻസിറ്റിയാണ്, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റേഡിയേഷൻ പ്രഷറാണ്. 3 കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇലക്ട്രിക് ഫീൽഡിന്റെ പിന്നെ നമുക്ക് പറയാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ആവറേജ് നോക്കുമ്പോൾ രണ്ടും 0ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ആവറേജും 0ആണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ആവറേജും 0ആണ്. കാരണം 2 സൈൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് 0 to 2π ആവറേജ് എടുക്കുമ്പോൾ അത് 0ആണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ആവറേജ് എല്ലാം ഞാൻ പറഞ്ഞു RMS വാല്യൂ ആണ്. കാരണം ഒരു സൈൻ ഫംഗ്ഷനെ സംബന്ധിച്ച് ആവറേജിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല, പക്ഷേ RMSനാണ് അതിന് സിഗ്നിഫിക്കൻസ് ഉള്ളത്. പിന്നെ ഈക്വൽ ആയി, അപ്പൊ ആവറേജ് ചോദിച്ചാൽ വേണമെങ്കിൽ 0 എന്ന് എഴുതുന്ന 2 0 ആയതുകൊണ്ട് ഈക്വൽ എന്ന് പറയാം. പക്ഷെ RMS രണ്ടും ഈക്വൽ ആവില്ല. കാരണം E/B യുടെ വില C ആണല്ലോ, അപ്പോൾ 1 അല്ലല്ലോ. അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് വൈസിൽ ഈക്വൽ അല്ല.
പിന്നെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? എനർജി വൈസ് രണ്ടും ഈക്വൽ ആണ്. അതുപോലെ തന്നെ എനർജി ഡെൻസിറ്റി വൈസിലും രണ്ട് ഈക്വൽ ആണ്, പ്രഷർ വൈസിലും രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, അവിടെ നിന്ന് ആ ഈക്വാലിറ്റി ഉപയോഗിച്ചാണ് നമ്മൾ വെലോസിറ്റിയിലേക്ക് വന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് നമ്മൾ ഈ 12th പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അത് ഇന്റൻസിറ്റിയെ കുറിച്ചാണ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എനർജി ഡെൻസിറ്റി ആൻഡ് വെലോസിറ്റി എന്നാണ് പുതിയ നമ്മൾ. അപ്പോൾ അതിനാദ്യം നമ്മൾ ഇന്റൻസിറ്റി എന്താണെന്ന് നോക്കാം. ഇന്റൻസിറ്റി എന്താണ് മക്കളെ? ഇന്റൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ തരംഗ തീവ്രത. ഇപ്പോൾ സൺലൈറ്റ് നമ്മൾ ഒരു വേവ് ആണ്. സൺലൈറ്റിന്റെ ഇന്റൻസിറ്റി, നല്ല ഇന്റൻസിറ്റി ഉള്ള തീവ്രമായ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല എനർജി വരണം, നല്ല ചൂട്, നല്ല ലൈറ്റ് വരണം. ഓക്കെ, സോ ഇന്റൻസിറ്റി നത്തിങ് ബട്ട് എനർജി തന്നെയാണ്. പക്ഷേ ഫുള്ളായിട്ട് എനർജി എടുക്കില്ല. എനർജി പെർ ഏരിയ പെർ ടൈം ആണ്. ഇതാണ് ബേസിക്കലി ഇന്റൻസിറ്റി എന്ന് പറയുന്ന സാധനം. ഓർ വി ക്യാൻ റൈറ്റ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് പവർ ഡിവൈഡഡ് ബൈ ഏരിയ എന്നും പറയാം. ഓക്കെ, പോയിന്റ് സോഴ്സിൽ നിന്നാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വരുന്നതെങ്കിൽ ഇന്റൻസിറ്റി കാണാൻ പവർ ഡിവൈഡഡ് ബൈ 4πr² നമുക്കറിയാം. കാരണം പോയിന്റ് സോഴ്സിന് ചുറ്റുമുള്ള വേവ് ഫ്രണ്ട് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കുമല്ലോ ലൈറ്റ് പോവുക. അപ്പോൾ അതിൽ ആ സ്ഫിയറിന്റെ ഏരിയയാണ് നമ്മൾ 4πr². ഇതൊരു ലീനിയർ സോഴ്സ് ആണെങ്കിൽ സിലിണ്ടറിക്കൽ ആയിട്ടായിരിക്കും പോവുക. അപ്പോൾ ദാറ്റ് ഈസ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു പവർ ഡിവൈഡഡ് ബൈ 2πrl. അതുകൊണ്ടാണ് നിങ്ങൾ പോയിന്റ് ലൈറ്റുകൾ ഇട്ടാലും ലീനിയർ ലൈറ്റുകൾ ഇട്ടാലും വ്യത്യാസം ഉണ്ടാവും. കാരണം ഇവിടുത്തെ ഇന്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു 1/r²ഉം ഇവിടുത്തെ ഇന്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. അപ്പോൾ നിങ്ങൾ ട്യൂബ് ലൈറ്റ് ഉപയോഗിക്കുമ്പോഴും ഒരു LED ലൈറ്റ് ഉപയോഗിക്കുമ്പോഴും ഇന്റൻസിറ്റി വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ട്യൂബ് ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ലീനിയർ സോഴ്സ് ആണെങ്കിൽ ഇന്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു 1/r-ഉം ചെറിയൊരു പോയിന്റ് LED ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇന്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു 1/r² ആണെന്ന് പറയാണ്. അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഇതിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഇന്റൻസിറ്റിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണെന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. എന്താണ് EM വേവിൽ പറയുന്ന കാര്യം നോക്കാം. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എനർജി ഡെൻസിറ്റി ആൻഡ് വെലോസിറ്റി എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്താണ് മക്കളെ? നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചില്ലേ ഇന്റൻസിറ്റി, എനർജി ഡെൻസിറ്റി പഠിച്ചില്ലേ? അപ്പൊ നേരെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റൻസിറ്റിയിലേക്ക് പോകുന്നതിൽ പ്രയാസമില്ല. സോ ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു, ഫോർമുലകൾ ശ്രദ്ധിക്കൂ, ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 E0² ഇൻറ്റു C. വൺ ഫോർമുല. ഓക്കെ അല്ലേ? ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 E0² എന്താണ്? അത് എനർജി ഡെൻസിറ്റിയാണ്. C എന്താണ്? വെലോസിറ്റി. അപ്പോൾ എനർജി ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി ഇന്റൻസിറ്റി ആയി. എനർജി ബൈ ഏരിയ ബൈ ടൈം ഓർ പവർ ബൈ ഏരിയ. മറ്റു ഫോർമുലകൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ പറയാൻ പറ്റും. ഹാഫ് ഇൻറ്റു B0² ബൈ μ0 ഇൻറ്റു C. Another formula. അത് C ഒഴികെയുള്ള ഭാഗം എനർജി ഡെൻസിറ്റി ആണ്. ഇനി വേണമെങ്കിൽ ഈ ഫോർമുല, ആദ്യത്തെ ഫോർമുല നമുക്കൊന്ന് മോഡിഫൈ ചെയ്തൂടെ? അറിയാം, കാരണം നമുക്ക് E0 ബൈ B0 C ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 ഇൻറ്റു E0 ബൈ B0. E0 ബൈ B0 C ആണെങ്കിൽ E0 ഇസ് ഈക്വൽ ടു CB0 ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ കാണുന്ന E0² നമ്മൾ എന്ത് ചെയ്യുന്നു? B0² ഇൻറ്റു C² എന്നും തൊട്ടടുത്തുള്ള സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C³ ആയിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു B0² ഇൻറ്റു C³ ഈസ് ഇന്റൻസിറ്റി. ലാസ്റ്റത്തെ ഫോർമുല നമുക്കൊന്ന് മോഡിഫൈ ചെയ്താലോ? B0ക്ക് പകരം E0 കൊടുത്താലോ? ഹാഫ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു B0ക്ക് പകരം നമുക്ക് കൊടുക്കാവുന്നത് B0 ഈസ് ഈക്വൽ ടു E0 ഡിവൈഡ് ബൈ C ആണ്. അപ്പോൾ ദാറ്റ് ഈസ് E0² ഡിവൈഡഡ് ബൈ μ0C. കിഡ്സ്, എല്ലാ ഫോർമുലയും ഞാൻ എൻ്റെ ഡെറിവേഷൻ ഡീറ്റെയിൽ ആയി കാണിച്ചിട്ടില്ല കേട്ടോ. നിങ്ങളൊന്ന്, അത് സിമ്പിൾ ഡെറിവേഷൻ ആണ്, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഡെറിവേഷനേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഇന്റൻസിറ്റിയുമായി ബന്ധപ്പെട്ടൊരു വെക്ടറിനെ കുറിച്ചും കൂടെ ബുക്കിൽ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് വി കോൾ പോയിന്റിംഗ് വെക്ടർ. പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുമ്പോൾ സാധാരണ പോയിന്റ് അല്ല, പോയിന്റിംഗ് ആണ്. POY, പോയിന്റിംഗ്. പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് S എന്നാണ് കൊടുക്കുന്നത്. S വെക്ടർ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് 1/μ വെക്ടർ E ക്രോസ് വെക്ടർ B ആണ്. ഇത് വേറൊന്നുമല്ല മക്കളെ, അത് ഇന്റൻസിറ്റിക്ക് ഡയറക്ഷൻ കൊടുത്തതാണ്.
അപ്പോൾ ഈ പോയിന്റിംഗ് വെക്ടറിന്റെ മോഡുലസ് എടുത്താൽ അഥവാ 1/μ E ക്രോസ് ബിയുടെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള ഒരു റിലേഷൻ തന്നെയാണ് കിട്ടുക. അഥവാ അതെന്തായിരിക്കും? ഇന്റൻസിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. 12 പ്രോപ്പർട്ടികൾ ഞാൻ ഇതിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി എക്സാമിന് ഷുവറാണ്. നിങ്ങൾ എല്ലാവരോടും അത് ഫ്രണ്ട്സിനോടൊക്കെ ഈ വീഡിയോ ഒന്ന് കാണുവാൻ വേണ്ടി പറയാം. കാരണം ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് നിങ്ങൾ എടുത്തു നോക്കിയാലും നമ്മൾ ഇതിന് ശേഷം ജീനിയസ് പ്രോഗ്രാമിൽ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് Xylem ലേണിംഗ് ആപ്പിൽ. അപ്പം നിങ്ങൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ 12 പ്രോപ്പർട്ടികളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൂളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാവരും ഈ പ്രോപ്പർട്ടികളെല്ലാം നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി കറക്റ്റായിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്യുക, നോക്കുക. സോ ഈ 12 പ്രോപ്പർട്ടികൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ എക്സാമിനേഷന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ആൾസോ രണ്ടാമത്തെ ഒരു പാർട്ടും കൂടെ ഞാൻ പറയാം. ഇതിൽ നിന്ന് ചില ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രോഗ്രാം ഞാനൊന്ന് ഇത് നിങ്ങൾക്ക് വായിച്ച് എടുക്കാവുന്ന കൺസെപ്റ്റ് മാത്രം തന്നെ ഉള്ളൂ. എന്നാലും നമുക്കൊന്ന് പറയാം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന സംഭവമാണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ കണ്ടെത്തിയ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളും, ഓൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമ്മൾ എന്ത് ചെയ്തു? ഗ്രൂപ്പ് ചെയ്തു. നമുക്കറിയാം ആദ്യമായിട്ട് ഇത് ഞാനിപ്പോൾ നമ്മളുടെ NCERT തന്നെ ഈ കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ എടുത്ത് വായിച്ച് നോക്കണം. എന്തൊക്കെയുണ്ട്, ഏതൊക്കെ ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളാണ്. ഇപ്പം ഞാനിത് ഓർഡർ ചെയ്തിരിക്കുന്നത് താഴേക്ക് പോകുന്നതോറും ഫ്രീക്വൻസി കൂടി വരുന്ന ഓർഡറിലാണ്, അഥവാ അതിൻ്റെ വേവ് ലെങ്ത് കുറഞ്ഞു വരുന്ന ഓർഡറിലാണ്. റേഡിയോ വേവ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേ. പിന്നെ അവയുടെ പ്രൊഡക്ഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്, ഡിറ്റക്ഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. NCERT അതിൻ്റെ യൂസും ഉണ്ട്. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അതും കൂടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യനും മിസ്സാവില്ല. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് മുന്നേറുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ലൈവ് ജീനിയസിലെ ചാനലിലുള്ള ലൈവുകൾ നിരന്തരം കാണുക. എല്ലാതും ഒരു ചാപ്റ്ററും വിടാതെ എല്ലാവരും കാണുക. ടെക്സ്റ്റ് ബുക്സ് എല്ലാവരും കൃത്യമായിട്ട് വായിക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും എല്ലാവരും ആപ്പിൽ കയറി ചെയ്തു നോക്കുക. മറ്റ് കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ലൈവിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ all joining me with this live. Thank you very much.